സ്വതന്ത്ര ഇന്ത്യയിലെ ഓണം കേറാറില്ല എന്നൊരു കൊച്ചു ഗ്രാമം. അവിടെ ഒരു പുരാതനമായ തറവാട്. പഴയ കളരിയാശാൻ മാർത്താണ്ഡ പിള്ളക്ക് പ്രായമായി. പഴയ വീറും വാശിയുമൊക്കെ ഇല്ലാതായി. തറവാടിന്റെ ഇപ്പോഴത്തെ കാരണവർ പ്രഭാകരൻ. അല്പം സ്ത്രീവിരുദ്ധനാണെങ്കിൽ ശുദ്ധഹൃദയൻ. നമുക്ക് അവിടെ തുടങ്ങാം. മറ്റു കഥാപാത്രങ്ങൾ നമുക്ക് പിന്നാലെ പരിചയപ്പെടാം. ചമയങ്ങളുടെയും ആടങ്ങളുടെയും അഭാവത്തിൽ ഞങ്ങളുടെ പരിമിതിയിൽ കൊണ്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഉലകമേ തറവാട്. തിരുവോണം അങ്ങനെ ഓണം ഇങ്ങായി. പ്രഭാകര, ഇതൊക്കെ എന്തോ ഓണം, അതൊക്കെ എന്റെ കുട്ടിക്കാലം. അതിരാവിലെ എണ്ണീറ്റ് കാളരി, പിന്നെ പാടിട കളി, അതും കൂടാതെ കാളയോട്ടം. ഈ പ്രായത്തിൽ വെറുതെ ഓടണ്ട അവിടെ ഇരിക്കുക. ഈ പഴയ കാലമൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കണ്ടില്ലേ, കുടുംബം ക്ഷയിച്ച് കുളം തോണ്ടിയില്ലേ? സുഹൃതക്ഷയം. അച്ഛന് ഈ ഓണമായിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഓണമൊക്കെ ആയിട്ട് നമുക്കൊരു കളി കാണണ്ടേ? അച്ഛന്റെ കളിക്കുമ്പം നാട്ടിലൊക്കെ പണ്ടേ പാട്ടാണല്ലോ. കഥകളിയൊക്കെ ഇപ്പൊ ആർക്ക് വേണം? അതൊക്കെ അന്യം നിന്നുപോയി. ഈ ഓണത്തിന് ഞങ്ങളെ സിനിമ കോട്ടയെ കൊണ്ടുപോവാ. ആണും പെണ്ണും തമ്മിൽ കെട്ടിപ്പിടിച്ച് അതും ഇതുമൊക്കെ കാണിക്കുന്നതായിരിക്കും ഇപ്പൊ സിനിമ എന്ന് പറയുന്നത്. അച്ഛാ, അങ്ങനെയാണെങ്കിലും നമ്മുടെ ടൗണിലെ കൊട്ടകയിൽ ഇപ്പോൾ ഒരു സിനിമ ഓടുന്നു ഞാൻ നോട്ടീസ് വായിച്ചിരുന്നു. അതെന്തുവാ? ഭക്തകുചേല. ഗുരുവായൂരപ്പ ഭഗവാന്റെ ലീലാവിലാസങ്ങൾ ആ തിരശ്ശീലയിൽ പോയി എന്നാ നമുക്ക് കാണണം. അമ്മാവാ വിനീതം പറഞ്ഞു അവളുടെ നല്ല സിനിമയാണ്. ശിവ സുഗമോ ദേവി. അതാരാടാ ഈ സുഗമോ ദേവി? ദേവി എന്നെ കാത്തോളേ. മുട്ടയിൽ നിന്ന് ഓണമൊക്കെ ആയിട്ടേ നമ്മുടെ രവിയെ മാത്രം കാണുന്നില്ല. പഠിക്കുന്ന കുട്ടിയല്ലേ, അവർക്കും ഇപ്പൊ ഓണം വേണ്ടതായിരിക്കുന്നു. ഓണം വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ അവനെക്കാത്തൊരു മുറപ്പെണ്ണി കുടുംബത്തിലുള്ള ആരോ മറക്കുന്നുണ്ട്. കണ്ണിൽ എണ്ണയും ഒഴിച്ച് ആ രാധ കാത്തിരിക്കുന്നു. അത് തന്നെ. രവിയേട്ടൻ വരുന്നു. Happy Onam family! Beautiful floral art. രവി, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? Cool, very cool. ഞങ്ങളിപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഒരു മുറിയിലാണ് സ്റ്റഡി ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിലും വേണം. ഞങ്ങൾ അതുകൊണ്ട് കോളേജിൽ രാവിലെ മാത്രമേ പോകാറുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം നൂൺ ഷോ, ക്യാബറ, അങ്ങനെ. സുകുമാരൻ ക്ഷേമോ? പ്രേമം. ഈ കർക്കിടകത്തിൽ എനിക്ക് 81 വയസ്സാണ്. ഒരു കുടുംബത്തിന് വേണ്ടി സകലം നശിപ്പിച്ചു. 14 കുട്ടികളുള്ള നിന്റെ അപ്പൂപ്പൻ
ജീവിതത്തിൽ ഒരു സ്ത്രീയെയും ഒരിക്കൽ പോലും പ്രേമിച്ചിട്ടില്ല. അതാണ് നമ്മുടെ കുടുംബ പാരമ്പര്യം. എങ്കിലും ഒരു കാര്യം പറയാം, ഇതൊന്നും ഈ കുടുംബത്തിൽ നടക്കുന്നതല്ല. പിന്നെ ജാതിയും മതവും ഒക്കെ നോക്കിയുള്ള പ്രേമമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം. രവിയേട്ടന് ഗോൺസാലസ് മോയിലാളിന്റെ മോളെ ഇഷ്ടം. ഈശ്വരാ, രവിയേട്ടൻ അവളെ കോണിക്കാമായി ഡാർലിംഗ് എന്നാണ് വിളിക്കുന്നത്. അതാരാടാ ഈ മോനിഷ? മാധവി എന്നും മോഹിനി എന്നും മഹാലക്ഷ്മി എന്നും ഒക്കെ ഈ സ്ത്രീകൾക്ക് പേരുള്ള ഈ വീട്ടിൽ ഇനിയൊരു കോണിക്ക ഗോൺസാലസ്. അവളുടെ പേര് ഓൾഡ് പീപ്പിൾ ഓൾഡ് കൾച്ചർ. അവളുടെ പേര് മോനിഷയും കോണിക്കയും ഒന്നും അല്ല. അവളുടെ പേര് മോണിക്ക. മോണിക്ക ബെലൂച്ചി. ആരുടെ ഈ കോണിക്ക ബെലൂച്ചി? ഞാൻ കേട്ടാൻ പോകുന്ന പെണ്ണാണ്. എന്നെ കുറിച്ച് ആലോചിച്ചോ, കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചോ. ഇതാണ് ഇവിടെ പാരമ്പര്യം. എന്തൊരു വൃത്തിയായിട്ട് കുടുംബമാണത്. എനിക്ക് ഈ വൃത്തിയായിട്ട് കുടുംബം നമുക്ക് വേണ്ട. എന്നെ നശിച്ച കുടുംബം കൊണ്ടുപോ. Uncle Chin, cuma cilangan. നാടകം പര്യവസാനിക്കുന്നു. ഈ നാടകത്തിൻ്റെ അണിയറയിൽ ആവിഷ്കരണം ടിറ്റോ ഇടിച്ചുകളയും, ശബ്ദം വെളിച്ചം ഫഹീം കുഞ്ഞാപ്പ, ഞങ്ങളുടെ ബാലതാരം ആൽറിറ്റ് കുട്ടപ്പൻ, നിങ്ങളെ കുളിരണിയിച്ച നിങ്ങളുടെ നിത്യഹരിത നായകൻ പഞ്ചാരക്കുട്ടൻ രഞ്ജിത്ത്, ഞങ്ങൾ വൈകി കണ്ടെത്തിയ അഭിനയ ചിങ്കം രാജമാണിക്യം രാജീവ്. അവസാനം ഒരൊറ്റ നാടകത്തോടുകൂടി കേരളത്തിലെ യുവാക്കളുടെ നെഞ്ചിടിപ്പായി മാറിയ ഞങ്ങളുടെ പുതുമുഖ നായിക തരുണീമണി മാടകത്തിടമ്പ് അഭിരാമി അഭിജിത്ത്.